ഹായ് സ്റ്റുഡൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്ന രണ്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തു. ഇനി ബാക്കി 4 ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു വെച്ചു, ഇൻവേഴ്സ് ഫംഗ്ഷൻ ആവണമെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം. നമ്മളതിന് വേണ്ടി സൈനിനെയും കോസിനെയൊക്കെ ബൈജക്റ്റീവ് ആക്കിയിട്ട് മാറ്റി. ഇനി അതുപോലെ ടാനക്സിലേക്ക് വരാം. നോക്കൂ, ടാനക്സിൻ്റെ ഗ്രാഫാണ് ഞാനിവിടെ ബോർഡിൽ വരച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചിതമാണത്, +1 നിങ്ങൾ പഠിച്ചതാണ്. ഈ അവസ്ഥയിൽ ഒരിക്കലും ടാനക്സ് 1 അല്ല. 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഗ്രാഫിൽ ചെക്ക് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ടുണ്ട്, ഒരു എളുപ്പവഴി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫങ്ഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഒരു റിലേഷൻ്റെ ഗ്രാഫിനെ എവിടെയെങ്കിലും ഒരു വെർട്ടിക്കൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നുവെങ്കിൽ അതൊരിക്കലും എന്താവില്ല, ഫങ്ഷൻ ആവില്ല. ഒരു റിലേഷൻ ഫങ്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഗ്രാഫിൽ എവിടെ നിങ്ങൾ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും അതൊരൊറ്റ പോയിന്റിലേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ഫങ്ഷൻ 1 ആണോ എന്നറിയാനുള്ള മാർഗ്ഗമാണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. എന്താണപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്? ഒരു ഫങ്ഷൻ്റെ ഗ്രാഫിൽ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കിയാൽ എവിടെ വരച്ചാലും അതൊരിക്കലും ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ടാനക്സിന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാനിവിടെ ഇങ്ങനെ വരച്ചാൽ അത് ഈ പറയുന്ന പോയിന്റുകളിലൊക്കെ അത് കട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് പോയിന്റുകളിൽ ആ ഗ്രാഫിനെ ബ്രേക്ക് ചെയ്യും. അതിനർത്ഥം എന്താ? ഡിഫറൻറ്റ് എക്സ് വാല്യൂവിന് സെയിം വൈ വാല്യൂ വരുന്നത് മെനി 1 ആണ്. അപ്പോൾ 1 ആവണമെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ. 1 ആവണമെങ്കിൽ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ആ ഗ്രാഫിനെ ഒരു പോയിന്റിലേ കട്ട് ചെയ്യാവൂ. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ ഇത് 1 അല്ല എന്നുള്ളത്. എന്നാൽ നമുക്കത് 1 ആക്കിയിട്ട് മാറ്റണം. എന്താ അതിനുള്ള മാർഗം? ഒരു വാല്യൂ ഒരു തവണ കിട്ടാനേ പാടുള്ളൂ. അല്ല, ടാനക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാ? -π/2 മുതൽ താഴേക്ക് -π/2 -π/2 മുതൽ +π/2 വരെയുണ്ട് ടാനിൻ്റെ വാല്യൂ. ആ വാല്യൂ ഒരു തവണ കിട്ടിയാൽ മതി. കുട്ടികളെ, ഒരു തവണ കിട്ടാൻ ഇതിലെ ഒരു ഗ്രാഫ് മതി. -π/2 +π/2 അടക്കമുള്ള ഈ ഭാഗം നോക്കിക്കോ. -∞ മുതൽ +∞ വരെയുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി അതേ വാല്യൂ വീണ്ടും കിട്ടേണ്ടതില്ല. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യണം, നമുക്ക് ആ ഒരു വാല്യൂ ഒരു വട്ടം മതി, ബാക്കിയുള്ള ഭാഗങ്ങൾ മായ്ച്ച് ഒഴിവാക്കാം. നമുക്ക് ഞാൻ ഇതാ എടുക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്നെ എടുക്കണമെന്നില്ല, ഇതെടുക്കാം, ഇപ്പുറത്ത് ഈ മായ്ച്ചതെടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളതിൽ ഒരെണ്ണം എടുക്കുന്നു, അതിനൊരു പേരുണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇപ്പം നോക്കിയേ, നിങ്ങൾ ഈ ഗ്രാഫിൽ ഇത് ടാനക്സിൻ്റെ -∞ മുതൽ +∞ വരെ വാല്യൂ വരുന്ന ഗ്രാഫാണ്. ഇതിൽ എവിടെ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ആ ഗ്രാഫിലെ ഒരു പോയിന്റിനെ കട്ട് ചെയ്യും. നൗ ക്ലിയർലി ഇറ്റ് ഈസ് 1. എന്നാൽ ഇപ്പം നമ്മൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ടാനക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ടാനക്സ് ഈസ് ഡിഫൈൻഡ് ഫ്രം -π/2 to π/2. ഈ ഡോട്ടർ ലൈൻ ഇട്ടിൻ്റെ ഉദ്ദേശം അറിയാലോ, +1 പഠിച്ചാണല്ലോ. ടാനിന് ഒരിക്കലും π/2 വാല്യൂ ഇല്ല, -π/2 വാല്യൂ ഇല്ല. മാത്രമല്ല എല്ലാ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ടാനക്സ് നോട്ട് ഡിഫൈൻഡാണ്. അതുകൊണ്ട് ആ ഡോട്ടർ ലൈൻ ഇട്ട് വെച്ച് ഒരിക്കലും ആ ഡോട്ടർ ലൈനെ ടച്ച് ചെയ്യാൻ പാടില്ല. ടാനക്സിൻ്റെ ഡൊമൈൻ ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. അങ്ങനെ -π/2 to +π/2 ഉള്ള വാല്യൂ എടുത്താൽ തന്നെ -∞ മുതൽ +∞ വരെയുള്ള ടോട്ടൽ റിയൽ നമ്പേഴ്സ് കിട്ടും. ഇപ്പം നമ്മൾ ടാനക്സിനെ 1 ആക്കിയിട്ട് ഡിഫൈൻ ചെയ്തു. എങ്കിലും നമുക്കിനി ധൈര്യമായിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ഉറപ്പായിട്ടും അതിൻ്റെ ഇൻവേഴ്സ് ഇപ്പം എന്തായിരിക്കും? ഫംഗ്ഷൻ ആയിരിക്കും. എങ്ങനെയാണ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുക? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലോ, ടാൻ ഇൻവേഴ്സ് എക്സ് ഡൊമൈനും റേഞ്ച് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും.
ടോട്ടൽ റിയൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 അതാണ് ടാൻ എക്സിൻ്റെ ഇൻവേഴ്സ്. നമ്മളതൊരു ടാബിളാക്കി കഴിഞ്ഞ ദിവസം എഴുതി തുടങ്ങിയിരുന്നു. അതിൽ നമ്മൾ സൈനും കോസും എഴുതി. ഇപ്പം നമുക്ക് ടാനും കൂടെ എഴുതാം. ഞാൻ ആ ടാബിൾ ഇവിടെ വീണ്ടും ആവർത്തിക്കാം. ഫങ്ഷൻ, ഡൊമെയിൻ, റേഞ്ച്. ആ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ പ്രത്യേകം എഴുതും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. സൈൻ ഇൻവേഴ്സ് എക്സ് -1 1 ക്ലോസ്ഡ് ഇൻ്റർവൽ ഇൻറ്റു ക്ലോസ് ഇൻ്റർവൽ -π/2 π/2. കോസ് ഇൻവേഴ്സ് എക്സ് സെയിം ഡൊമൈൻ -1 1 ക്ലോസ് ഇൻ്റർവൽ. റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ 0π. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തു ടാൻ ഇൻവേഴ്സ് എക്സ് ടോട്ടൽ റിയൽ സെറ്റ് ഡൊമൈൻ. റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. ഇതുപോലെ ഇനി നമ്മൾ ബാക്കി 3 കൂടെ ആദ്യം ഫംഗ്ഷനെ ഇതുപോലെ ബൈജക്റ്റീവ് ആക്കണം. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണം. അടുത്ത ഫംഗ്ഷനിലേക്ക് f(x) = കോട്ടെക്സിൻ്റെ ഗ്രാഫാണ് ബോർഡിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പ്രകാരം നമുക്കറിയാം കോട്ടെക്സ് 1 അല്ല. 1 ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ടാൻ എക്സിനെ പോലെ തന്നെ കോട്ടെക്സിൻ്റെയും വാല്യൂ -∞ മുതൽ +∞ വരെയുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ടാൻ എക്സ് ഇൻക്രീസിങ് ആയിരുന്നെങ്കിൽ കോട്ടെക്സ് ഡിക്രീസിങ് ആണ്. എനിവേ ടാൻ എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. -∞ മുതൽ +∞ വരെയുള്ള ടാൻ എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും റേഞ്ച് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. -∞ മുതൽ +∞ വരെയുള്ള വാല്യൂ കിട്ടും. അതിന് ആ വാല്യൂ ഒരു തവണ കിട്ടിയാൽ മതി. അങ്ങനെ ആവണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു ഗ്രാഫ് മതി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബ്രാഞ്ച് എടുത്താൽ മതി. 0 to π, π to 2π, അല്ലെങ്കിൽ -π to 0, ഏതെങ്കിലും ഒന്ന് മതി. നമ്മൾ സൗകര്യത്തിന് വേണ്ടി 0 to π എന്നുള്ള ബ്രാഞ്ച് മാത്രം എടുക്കുക. ബാക്കി ഞാനങ്ങ് മായ്ച്ച് ഒഴിവാക്കുക. എന്നാലേ ഇത് 1 ആകൂ. ഇപ്പം നോക്കിയേ, ഇനി ഇവിടെ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ആ ഗ്രാഫിനെ ഒരു പോയിന്റിലേ കട്ട് ചെയ്യും. മാത്രമല്ല -∞ മുതൽ +∞ വരെയുള്ള മുഴുവൻ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ക്ലിയർലി ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. അങ്ങനെ ബൈജക്റ്റീവ് ആവാൻ ഇപ്പം നമ്മൾ എടുത്ത ബ്രാഞ്ച് ഏതാ നോക്കിയേ, കോട്ടെക്സിന്. 0 മുതൽ π വരെ ഓപ്പൺ ഇൻ്റർവൽ. ഒരിക്കലും ഈ ഗ്രാഫ് y ആക്സിസിനെയോ ഈ ഡോട്ടർ ലൈനെയോ ടച്ച് ചെയ്യാൻ പാടില്ല. ടാൻ കോട്ടെക്സിൽ എക്സിന് കൊടുക്കുന്ന വാല്യൂ 0 മുതൽ π വരെ ഓപ്പൺ ഇൻ്റർവൽ. എന്നാൽ തന്നെ എവിടെ മുതൽ എവിടം വരെയുള്ള വാല്യൂ കിട്ടും? -∞ മുതൽ +∞ വരെയുള്ള വാല്യൂ കിട്ടും. നൗ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. എന്നാൽ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാ ഇൻവേഴ്സ്? കോട്ട് ഇൻവേഴ്സ് എക്സ് ഡൊമൈനും റേഞ്ചും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. R ഓപ്പൺ ഇൻ്റർവൽ 0 to π. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിനെ പോലെ തന്നെ ആരെ ഡിഫൈൻ ചെയ്തു? കോട്ട് ഇൻവേഴ്സ് എക്സിനെ ഡിഫൈൻ ചെയ്തു. ഇനി ഇതുപോലെ 2 കൂടെ ബാക്കിയുണ്ട്, സീക്കും കൊസീക്കും. നമുക്ക് സീക്കിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അറിയാലോ സീക്ക് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത്. സീക്കിനും കൊസീക്കിനും ഒരിക്കലും -1നും 1നും ഇടയ്ക്ക് വാല്യൂ കിട്ടില്ല. സീക്കാണ് വരക്കാൻ പോകുന്നതെങ്കിൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. കോസ് 0 ആവുന്നിടത്തൊന്നും സീക്കിന് വാല്യൂ ഉണ്ടാവില്ല. എല്ലാ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 സീക്ക് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. 0, π/2, π,
3π/2 2π -π/2 -π -3π/2 ഓൾഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ഞാൻ ഡോട്ടർ ലൈൻ ഇട്ട് വെക്കും. ഒരിക്കലും നമ്മളെ ഗ്രാഫ് ഈ ഡോട്ടർ ലൈനിനെ ടച്ച് ചെയ്യാൻ പാടില്ല. ഇനി ഗ്രാഫ് വരക്കാം. എങ്ങനെയാണ് വരയ്ക്കുക? സീക്കിൻ്റെ വാല്യൂ 1 മുതൽ ഇൻഫിനിറ്റി വരെ, താഴേക്കാണെങ്കിൽ -1 മുതൽ -∞ വരെ, അങ്ങനെയാണ് വരിക. അപ്പോൾ 1 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയുമ്പോൾ സീക്ക് എക്സിൻ്റെ ഗ്രാഫ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ താഴേക്ക് കിട്ടും. ആ ഡോട്ടർ ലൈനൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് f(x) = sec x എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് 1 1 ആണോ? ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ടിയില്ലേ? അപ്പോൾ ഇത് 1 1 അല്ല. എങ്കിലും നമ്മൾ 1 1 ആക്കണം. എല്ലാ വാല്യൂവും കിട്ടും വേണം കേട്ടോ. ഏതാണ് എല്ലാ വാല്യൂവും? സീക്കാവുമ്പോൾ 1 മുതൽ ഇൻഫിനിറ്റി വരെ കിട്ടണം. പിന്നെ -∞ മുതൽ -1 വരെയും കിട്ടണം. ആ വാല്യൂ ഒരു തവണ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സീക്ക് കോസിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? നമുക്ക് നോക്കിയേ, സീക്ക് കോസിന് 0 to π എന്നുള്ള ബ്രാഞ്ച് എടുത്തത്. ആ 0 to π തന്നെ മതി നമുക്ക്. 0 to π എന്നാൽ തന്നെ നമ്മൾ പറഞ്ഞ മുഴുവൻ വാല്യൂ വരും. അപ്പോൾ അതല്ലാത്ത ഭാഗങ്ങൾ ഞാനങ്ങ് മായ്ച്ച് ഒഴിവാക്കുക. എന്താ നോക്ക്, 0 മുതൽ ഇൻഫിനിറ്റി 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ വന്ന് ഇനി വീണ്ടും ആ വാല്യൂ ആവർത്തിക്കേണ്ടതില്ല. പിന്നെ -∞ മുതൽ -1 വരെ അത് ഒരു തവണ കിട്ടിയാൽ മതി. വീണ്ടും ഉള്ള ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കാം. ഇപ്പോൾ സീക്ക് എക്സിൻ്റെ വാല്യൂ -∞ മുതൽ -1 വരെ, യൂണിയൻ 1 to ഇൻഫിനിറ്റി. നൗ ക്ലിയർലി ഇറ്റ് ഈസ് 1 1. എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ആ ഗ്രാഫിന് ഒരൊറ്റ പോയിന്റിലെ കട്ട് ചെയ്യും. നമുക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ബൈജക്റ്റീവാണ്. ഇപ്പം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കാം നമുക്ക്. സീക്ക് എക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 0 മുതൽ π വരെ, 0 മുതൽ π വരെ, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഈ ഗ്രാഫ് ഈ ഡോട്ടർ ലൈനെ ടച്ച് ചെയ്യില്ല. എന്ന് വെച്ചാൽ π/2 സീക്കിന് വാല്യൂ ഇല്ല. അപ്പോൾ ആ 0 to π എന്നുള്ള ഇൻ്റർവെല്ലിൽ നിന്ന് ആ സിംഗിൾ എലമെൻറ്റിനെ അങ്ങ് ഒഴിവാക്കണം. π/2 ദാറ്റ് ഈസ് ദ ഡൊമൈൻ ഓഫ് സീക്ക് എക്സ്. എന്നാൽ എവിടെ മുതൽ എവിടെ വരെയുള്ള വാല്യൂ കിട്ടും? -∞ മുതൽ +∞ വരെയുള്ള വാല്യൂ കിട്ടും. പക്ഷേ മുഴുവൻ കിട്ടുമോ? ഇല്ല. -1നും 1നും ഇടയ്ക്കുള്ളത് കിട്ടില്ല. സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ -1നും 1നും ഇടക്കാം. അതിൻ്റെ റെസിപ്രോക്കലുകളാണ് സീക്കും കൊസീക്കും. -1നും 1നും ഇടയ്ക്കുള്ള ഏതൊരു സംഖ്യ എടുത്താലും അതിൻ്റെ റെസിപ്രോക്കൽ ഒരിക്കലും -1നും 1നും ഇടയ്ക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ -1നും 1നും ഇടക്കാണെങ്കിൽ സീക്കിൻ്റെയും കൊസീക്കിൻ്റെയും വാല്യൂ ഒരിക്കലും -1നും 1നും ഇടയ്ക്ക് വരില്ല. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഓക്കെ, എങ്കിൽ നമുക്കതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. സീക്ക് ഇൻവേഴ്സ് എക്സ്. ഡൊമൈനും റേഞ്ചും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π, ക്ലോസ് ഇൻ്റർവൽ 0 to π, മൈനസ് സിംഗിൾ എലമെൻറ്റ് സിംഗിൾട്ടൺ സെറ്റ് π/2. ഇങ്ങനെയാണ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുക. ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട്. ആരാണ്? കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കൊസീക്കിൻ്റെ ഗ്രാഫ് നമുക്ക് ഇതുപോലെ ഒന്ന് വരക്കാം. നോക്കി, കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ്. സൈന് 0 ആവുന്നിടത്തൊന്നും കൊസീക്കിന് വാല്യൂ ഉണ്ടാവില്ല.
ഇവിടെ സൈന് 0 ആവുക എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലും. അപ്പോൾ എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലും ഞാൻ ഡോട്ടർ ലൈൻ ഇട്ട് വെക്കുക. പൈ 2π പിന്നെ 0ന് -π. ഈ പോയിന്റിലൊന്നും കൊസീക്കിന് വാല്യൂ ഉണ്ടാവില്ല. സൈനിൻ്റെ വാല്യൂ ബ്രാഞ്ച് -π/2 to π/2 അത് ഇതിൻ്റെ ഫുൾ ഗ്രാഫ് ഒന്ന് വരച്ചിട്ട് ബാക്കി പറയാം. -π/2 to π/2, 0 to π, വീണ്ടും അതേ ഗ്രാഫ് ഇങ്ങനെ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കും. എനിവേ ഇതാണ് f(x) = cosec x-ൻ്റെ ഗ്രാഫ്. സീക്കിനെ പോലെ തന്നെ -∞ മുതൽ -1 വരെയുള്ള വാല്യൂ വരും, പിന്നെ 1 മുതൽ ∞ വരെയുള്ള വാല്യൂ വരും. ഒരിക്കലും -1നും 1നും ഇടയ്ക്കുള്ള വാല്യൂ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഇത് 1 1 അല്ല, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ കട്ട് ചെയ്യും. എന്നാൽ അത് 1 1 ആക്കണം. ഒരു വാല്യൂ ഒരു തവണ കിട്ടാനേ പാടുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രാഞ്ച് എടുത്ത് ബാക്കിയുള്ള അങ്ങ് ഒഴിവാക്കണം. നമുക്ക് -π/2 മുതൽ +π/2 വരെയുള്ള എടുത്താൽ തന്നെ നോക്കിയേ, -∞ മുതൽ -1 വരെ യൂണിയൻ 1 to ∞ വാല്യൂ കിട്ടും. അപ്പോൾ ആ -π/2 to +π/2 ഇടയ്ക്കുള്ള അവിടെ നിർത്തി ബാക്കി നമുക്കങ്ങ് മായ്ച്ച് ഒഴിവാക്കാം. ഇപ്പോൾ 1 to ∞ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. താഴെ -∞ to -1 യൂണിയൻ 1 to ∞. ഇനി നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ആ ഗ്രാഫിന് ഒരൊറ്റ പോയിന്റിൽ കട്ട് ചെയ്യും. ക്ലിയർലി ഇറ്റ് ഈസ് 1 1. അപ്പോൾ ബൈജക്റ്റീവ് ആയല്ലോ. ബൈജക്റ്റീവ് ആയെങ്കിൽ നമുക്കതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. അല്ല, ഈ ബൈജക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോ. cosec x -π/2 to +π/2. അതിൽ നിന്ന് ഒരാളങ്ങ് ഒഴിവാക്കിക്കൊള്ളണം, 0യെ. 0യിൽ സൈന് 0 ആവും, കൊസീക്ക് നോട്ട് ഡിഫൈൻഡ് ആവും. എന്നാൽ എവിടെ മുതൽ എവിടെ വരെയുള്ള വാല്യൂ കിട്ടും? -∞ മുതൽ +∞ വരെ ഏത് വാല്യൂ കിട്ടും? പക്ഷേ -1നും 1നും ഇടയ്ക്കുള്ളത് കിട്ടില്ല. r ഓപ്പൺ ഇൻ്റർവൽ -1 1. ഇതാണ് കൊസീക്കിൻ്റെ ഡൊമൈനും റേഞ്ചും 1 1 ആവത്തക്ക രീതിയിൽ. 1 1 ആണല്ലോ. ബൈജക്റ്റീവ് ആയെങ്കിൽ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തോ. എങ്ങനെയാണ് അതിൻ്റെ ഇൻവേഴ്സ് വരിക നോക്കിക്കോ. കൊസീക്ക് ഇൻവേഴ്സ് x r -1 1 ഓപ്പൺ ഇൻ്റർവൽ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 to π/2. അതിൽ നിന്ന് മിഡിൽ വാല്യൂ 0യെ ഒഴിവാക്കിയേക്കണം. ഇപ്പോൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ടാബിൾ നിങ്ങൾ ക്ലിയറായിട്ട് പഠിക്കണം. ഒരു ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഡൊമൈനും റേഞ്ചും കൃത്യമായിട്ട് അറിയണം. പിന്നെ അതിൻ്റെ ഗ്രാഫും അറിയണം നന്നായിട്ട്. ഗ്രാഫ് നമ്മളൊരു സെക്ഷനായിട്ട് ഞാൻ എടുത്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കണം ഈ ടാബിള്. എന്നിട്ടത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു എളുപ്പവഴി മനസ്സിലാക്കി തരാം. നോക്ക്, സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ സെയിമാണ്. ആദ്യം നമുക്ക് ഡൊമൈനിനെ കുറിച്ച് മനസ്സിലാക്കാം.
അതുപോലെ ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ സെയിമാണ്. സീക്ക് ഇൻവേഴ്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ സെയിമാണ്. എന്താണ് ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് വെച്ചാൽ അർത്ഥം? ഒരു ഫംഗ്ഷനിലെ എക്സിന് കൊടുക്കാവുന്ന വാല്യൂവിൻ്റെ സെറ്റ്, അതാണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണെന്ന് വെച്ചാൽ അതിനർത്ഥം സൈൻ ഇൻവേഴ്സ് എക്സിലും കോസ് ഇൻവേഴ്സ് എക്സിലും എക്സിന് കൊടുക്കുന്ന വാല്യൂ -1നും 1നും ഇടക്കായിരിക്കണം. എന്നാൽ നേരെ തിരിച്ച് സീക്ക് ഇൻവേഴ്സിലും കൊസീക്ക് ഇൻവേഴ്സിലും എക്സിന് കൊടുക്കുന്ന വാല്യൂ ഒരിക്കലും -1നും 1നും ഇടക്ക് വരരുത്. എന്നാൽ ടാൻ ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലും എക്സിന് ഏത് വാല്യൂവും കൊടുക്കാം, എനി റിയൽ നമ്പർ. അപ്പോൾ ഡൊമൈൻ പഠിച്ചു വെക്കാൻ എളുപ്പമല്ലേ? എങ്ങനെയാണ് പറഞ്ഞത്? സൈൻ ഇൻവേഴ്സിലും കോസ് ഇൻവേഴ്സിലും എക്സിന് കൊടുക്കുന്ന വാല്യൂ -1നും 1നും ഇടക്കായിരിക്കണം. സീക്ക് ഇൻവേഴ്സിലും കൊസീക്ക് ഇൻവേഴ്സിലും എക്സിന് കൊടുക്കുന്ന വാല്യൂ ഒരിക്കലും -1നും 1നും ഇടക്കാവരുത്. ടാൻ ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലും എക്സിന് ഏത് വാല്യൂവും കൊടുക്കാം. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് എക്സാമ്പിളായിട്ട് ഇത് എങ്ങനെ പറഞ്ഞുതരാം. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയാം. കാരണം എക്സിൻ്റെ 1/2 എന്ന് പറയുന്നത് -1നും 1നും ഇടക്കുക. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. എന്താണ് സൈൻ ഇൻവേഴ്സ് 1/2? സൈനിന് 1/2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ ഏതാണ്? ദാറ്റ് ഈസ് π/6. എന്നാൽ സൈൻ ഇൻവേഴ്സ് 2 എന്ന് പറയാൻ പാടില്ല. സൈൻ ഇൻവേഴ്സിന് ഒരിക്കലും എക്സിന് 2 കൊടുക്കരുത്. സൈനിന് 2 എന്ന വാല്യൂ ഒരിക്കലും കിട്ടില്ല. ഇതുപോലെ കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറയാം. കോസിന് 1/√2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ നമുക്കറിയാം π/4. എന്നാൽ കോസ് ഇൻവേഴ്സ് √2 പറ്റില്ല. കോസിന് ഒരിക്കലും √2 എന്ന വാല്യൂ കിട്ടില്ല. നേരെ തിരിച്ച് സീക്കിനും കൊസീക്കിനും സീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറയാം. സീക്കിന് 2 കിട്ടുക എന്ന് വെച്ചാൽ കോസിന് 1/2 കിട്ടുക. ഏത് ആംഗിളിലാണ് കോസിന് 1/2 കിട്ടുക? π/3. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് 2 ഈസ് ഈക്വൽ ടു π/3. എന്നാൽ ഒരിക്കലും സീക്ക് ഇൻവേഴ്സ് 1/2 പറ്റില്ല. സീക്കിന് 1/2 കിട്ടണമെങ്കിൽ കോസിന് 2 കിട്ടണം. അത് കിട്ടുമോ? ഇല്ല. ഇതാ പറഞ്ഞത്, സീക്കിനും കൊസീക്കിനും എക്സിന് കൊടുക്കുന്ന വാല്യൂ ഒരിക്കലും -1നും 1നും ഇടക്ക് വരരുത്. കൊസീക്ക് ഇൻവേഴ്സ് √2 എന്ന് പറയാം. കൊസീക്കിന് √2 കിട്ടുക എന്ന് വെച്ചാൽ സൈനിന് 1/√2 കിട്ടുക. എവിടെയാണോ സൈനിന് 1/√2 കിട്ടുക? π/4. ഒരിക്കലും കൊസീക്ക് ഇൻവേഴ്സ് 1/√2 എന്ന് പറയാൻ പറ്റില്ല. കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് 1/√2 എന്ന വാല്യൂ കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ടാനിനും കോട്ടിനും അങ്ങനെ യാതൊരു പ്രശ്നമില്ല. എക്സിന് ഏത് വാല്യൂവും കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറയാം. ടാനിന് 1/√3 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ ഏതാ? π/6. നേരെ അതിൻ്റെ റെസിപ്രോക്കൽ ടാൻ ഇൻവേഴ്സ് √3 എന്നും പറയാം. ടാനിന് √3 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ π/3. അപ്പോൾ ടാനിനും കോട്ടിനും ടാൻ ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലും എക്സിന് ഏത് വാല്യൂവും കൊടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഡൊമൈൻ. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിലും കോസ് ഇൻവേഴ്സ് എക്സിലും എക്സിന് കൊടുക്കുന്ന വാല്യൂ -1നും 1നും ഇടക്കായിരിക്കണം. എന്നാൽ സീക്ക് ഇൻവേഴ്സിലും കൊസീക്ക് ഇൻവേഴ്സിലും എക്സിന് കൊടുക്കുന്ന വാല്യൂ ഒരിക്കലും -1നും 1നും ഇടക്കാവരുത്. ടാൻ ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലും എക്സിന് ഏത് റിയൽ നമ്പറും കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ റേഞ്ചിനെ കുറിച്ച് ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെയും റേഞ്ച് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് 2 സെറ്റാക്കിയിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ചു വെച്ചാൽ അതൊരിക്കലും മറക്കില്ല. മാത്രമല്ല അത് അങ്ങനെ പഠിക്കൽ നമുക്ക് വളരെ കൂടുതൽ ആവശ്യമാണ്. അതൊക്കെ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മളവിടെ റേഞ്ചായിട്ട് പറഞ്ഞ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസിൽ ഞാൻ 2 ഇൻ്റർവെല്ലുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്നുകിൽ -π/2 to π/2, അല്ലെങ്കിൽ 0 to π. ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് -π/2 to π/2 വന്നത് നോക്ക്. സൈൻ ഇൻവേഴ്സിന്, ടാൻ ഇൻവേഴ്സിന്,
കൊസീക്ക് ഇൻവേഴ്സിന്. വ്യത്യാസമുണ്ട്. ഇത് ക്ലോസ് ഇൻ്റർവലാണ്, ഇത് ഓപ്പൺ ഇൻ്റർവലാണ്. ഇത് ക്ലോസ് ഇൻ്റർവൽ 0 ഒഴിവാണ്. എന്നിരുന്നാലും നമുക്കത് അങ്ങനെ പഠിച്ചു വെക്കാം. എങ്ങനെ? ഇതാ -π/2 to π/2 എന്ന വാല്യൂ ബ്രാഞ്ച്. ആർക്കൊക്കെയാണ് -π/2 to π/2 വന്നത്? സൈൻ ഇൻവേഴ്സിന്, സൈനിൻ്റെ റെസിപ്രോക്കലായ കൊസീക്ക് ഇൻവേഴ്സിന്. കൊസീക്കിന് സൈൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കൽ അല്ല കൊസീക്ക് ഇൻവേഴ്സ് കേട്ടോ. അതുപോലെ ടാൻ ഇൻവേഴ്സിന്. സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. അതാണ് -π/2 to π/2 എന്നുള്ള ബ്രാഞ്ച് പേര്. മറ്റൊന്ന് 0 to π എന്നുള്ള ഇൻ്റർവൽ വരുന്നത്. ആർക്കൊക്കെയാണോ 0 to π വന്നത്? കോസ് ഇൻവേഴ്സ്, പിന്നെ കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. ഈ രണ്ട് ബ്രാഞ്ചുകൾ വളരെ കൃത്യമായിട്ട് ഈ ഡയഗ്രം അടക്കം നിങ്ങൾ മനസ്സിലുണ്ടാവണം. നമുക്കത് എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ആവശ്യം വരും. ആർക്കൊക്കെയാണ് -π/2 to π/2? സൈനിനും ടീമിനും. ആരൊക്കെയാ? സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. 0 to π ആർക്കൊക്കെയാണ്? കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്ക്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും എന്താണ് എന്നുള്ളത്. ഇനി ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് വാല്യൂ കാണാനും കൂടെ പഠിച്ച് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വാല്യൂ ബ്രാഞ്ച് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇത് വെച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ ചെയ്യാം. എങ്ങനെയാണ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വെച്ച് വാല്യൂ കാണുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ ചെയ്തു നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ value of the following. Number 1, sin inverse 1/2. Second one, cos inverse 1/√2. Tan inverse 1/√3. Cot inverse 1, sec inverse 2, cosec inverse √2. ഇതിൻ്റെയൊക്കെ വാല്യൂ കാണാനാണ്. നോക്ക്, ഈ ചോദ്യത്തെ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സൈനിന് 1/2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ ഏതാണ്? ദാറ്റ്സ് ഈക്വൽ ടു π/6. കോസ് ഇൻവേഴ്സ് 1/√2, കോസിന് 1/√2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ π/4. ടാനിന് 1/√3 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ π/6. കോട്ടിന് 1 കിട്ടുക എന്ന് വെച്ചാൽ ടാനിന് 1 കിട്ടുക, 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. ടാനിന് 1 കിട്ടുന്നത് π/4. സീക്കിന് 2 കിട്ടുക എന്ന് വെച്ചാൽ കോസിന് 1/2 കിട്ടുക π/3. കൊസീക്കിന് √2 കിട്ടുക എന്ന് വെച്ചാൽ സൈനിന് 1/√2 കിട്ടുക π/4. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിന് ഇതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് അറിയണം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനതൊരു ടാബിളാക്കിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതിത്തരാം. ഇനി അതറിയില്ല എന്ന് പറയരുത്. sin x, cos x, tan x. 0, π/6, π/4, π/3, π/2. sin 0, 0, sin π/6, 1/2, sin π/4, 1/√2, sin π/3, √3/2, sin π/2, 1. ആ വാല്യൂ നേരെ തിരിച്ചിട്ടാണ് കോസിൻ്റെ വാല്യൂ നമ്മൾ +1 പഠിച്ചതാണ്. 1, √3/2, 1/√2, 1/2, 0.
സൈൻ ബൈ കോസ് ആണ് ടാനിൻ്റെ വാല്യൂ. 0/1 0, 1/√3 1, √3, tan π/2 നോട്ട് ഡിഫൈൻഡ്. ഈ ടേബിള് ബൈ ഹാർട്ട് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഇങ്ങനെ ഈസി ആയിട്ട് പറയാൻ കഴിയുള്ളൂ. അത് പഠിച്ചേ പറ്റൂ. എങ്കിൽ ഇനി ഇതിൻ്റെ തന്നെ നെഗറ്റീവ് വാല്യൂ കൊടുക്കാൻ പോകും. അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനുള്ളത്. ഞാൻ ഏഴാമത്തതായിട്ട് ഇതിന് തന്നെ നെഗറ്റീവ് കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് -1/2, കോസ് ഇൻവേഴ്സ് -1/√2, ടാൻ ഇൻവേഴ്സ് -1/√3, കോട്ട് ഇൻവേഴ്സ് -1, സീക്ക് ഇൻവേഴ്സ് -2, കൊസീക്ക് ഇൻവേഴ്സ് -√2. നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് നമ്മൾ ബൈഹാർട്ടാക്കണം എന്ന് പറഞ്ഞ ഡയഗ്രാണ് ബോർഡിൽ. 2 സെറ്റാണ്, സൈനും ടീമും കോസും ടീമും. ആരൊക്കെയാ സൈനിലും ടീമിലും? സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്. കോസിൻ ടീമും കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. ഏതായാലും ശരി, വാല്യൂ പോസിറ്റീവ് ആവുന്നുവെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആംഗിളായിരിക്കും. സൈനിനായാലും കോസിനായാലും വാല്യൂ പോസിറ്റീവ് ആവുന്നെങ്കിൽ അത് ഏത് ആംഗിളായിരിക്കും? ഇപ്പോൾ ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. നമുക്ക് ഈ വാല്യൂസ് മുഴുവൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളതാണ്, അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഇനി നെഗറ്റീവ് ആകുമ്പോഴുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സൈനിന് പോസിറ്റീവ് ആവുന്നത് 0 to π/2 നെഗറ്റീവ് ആവുന്നത് 0 to -π/2. എന്ന് വെച്ചാൽ അതിനർത്ഥം വാല്യൂ പോസിറ്റീവ് ആവുന്നത് തീറ്റ എന്നുള്ള ആംഗിളിലാണെങ്കിൽ നെഗറ്റീവ് ആവുന്നത് -θയിൽ. ഇങ്ങോട്ട് തീറ്റ, ഇങ്ങോട്ട് -θ. അപ്പോൾ സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവ് ആയാൽ ആംഗിൾ നെഗറ്റീവ് ആക്കിയാൽ മതി. ഇതങ്ങനെ സൈനിന് 1/2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ π/6 -1/2 കിട്ടുന്നത് -π/6. വളരെ ഈസിയാണ്. ടാനിന് 1/√3 എന്ന വാല്യൂ കിട്ടുന്നത് π/6 -1/√3 കിട്ടുന്നത് -π/6. കൊസീക്കിന് √2 കിട്ടുന്നത് π/4 -√2 കിട്ടുന്നത് -π/4. സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. മനസ്സിലായോ? എന്നാൽ കോസിന് അങ്ങനെയല്ല. വാല്യൂ പോസിറ്റീവ് ആവുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നെഗറ്റീവ് ആവുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. എന്ന് വെച്ചാൽ വാല്യൂ പോസിറ്റീവ് ആവുന്നത് തീറ്റ എന്നുള്ള ആംഗിളിലാണെങ്കിൽ നെഗറ്റീവ് ആവുന്നത് π-θയിൽ. അപ്പോൾ കോസിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ π- എന്നെടുക്കണം. ഫോർ എക്സാമ്പിൾ, കോസിന് 1/√2 കിട്ടുന്നത് π/4 -1/√2 കിട്ടുന്നത് π-π/4 അഥവാ 3π/4. കോട്ടിന് 1 കിട്ടുന്നത് π/4 -1 കിട്ടുന്നത് π-π/4 = 3π/4. സീക്കിന് 2 കിട്ടുന്നത് π/3 -2 കിട്ടുന്നത് π-π/3 അഥവാ 2π/3. അപ്പോൾ മറക്കരുത്, സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. കോസിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ π- എന്നെടുക്കണം. എങ്ങനെയാണ് എക്സാമിന് സ്ഥിരമായിട്ട് 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ. അത് പോസിറ്റീവ് ആണെങ്കിലുള്ള ആംഗിൾ നിങ്ങൾക്ക് അറിയണം, നെഗറ്റീവ് ആണെങ്കിൽ ഈ മാറ്റം നന്നായിട്ട് പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഇതോടുകൂടി അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇൻവേഴ്സ് റൗണ്ടർ ഫംഗ്ഷൻ്റെ ഈ വാല്യൂ വെച്ച് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് 6 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതാണ് അടുത്ത ക്ലാസ്സിൽ. ഇന്ന് ഇത്ര മതി. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.